10 വർഷത്തോളം പോലീസ് അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും ലഭിക്കാതിരുന്നതാണ് കാസർഗോഡ് എണ്ണപ്പാറയിലെ 16-കാരിയുടെ തിരോധാന കേസ്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം പരാതി നൽകി നീതിക്കായി കാത്തിരുന്നത് 1.5 പതിറ്റാണ്ടോളം. ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തതോടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു. DNA പരിശോധനയിലാണ് 14 വർഷം മുൻപ് നടന്ന കൊലപാതക കേസിൽ വഴിത്തിരിവുണ്ടായത്. കേസിൽ പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. 2010 ജൂണിൽ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസാണ് കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എണ്ണപ്പാറയിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട 16 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ബിജു പൗലോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാണത്തൂർ ബാപ്പുംകയം സ്വദേശിയും നിർമ്മാണ മേഖലയിലെ കരാറുകാരനുമായ ബിജുവിനെ ക്രൈംബ്രാഞ്ച് IG P പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. 2010 ജൂൺ 6-ന് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിൽ ഇതോടെ തുമ്പുണ്ടായിരിക്കുകയാണ്. സംഭവത്തിൽ പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. അജാനൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടിയെ പാണത്തൂർ പവിത്രങ്കായ പുഴയിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെൺകുട്ടിയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു. അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. താക്കോല് തരാം എന്ന് പറഞ്ഞിട്ട് 6-ാം തീയതി അവൻ അവിടത്തേക്ക് വരികയാണ്. വന്നതിന് ശേഷം അവൻ പറയുന്നത് തൂങ്ങി മരിച്ചതായിട്ട് കാണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അത് ഡിസ്പോസൽ ചെയ്തു എന്നാണ് പറയുന്നത്. നേരെ പവിത്രങ്കായത്തിൽ കൊണ്ടുപോയിട്ട് അവൻ അവിടെ ആ പാലം പൊട്ടിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് തന്നെയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞു. വയനാട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത്. പ്രതിയെ താമസ സ്ഥലത്തെ കാഞ്ഞങ്ങാട് വടകരമുക്കിലെ വാടക വീട്ടിലും മടിയനിലെ CCTV പരിശോധന സെന്ററിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിൽ, DYSP മധുസൂദനൻ നായർ, SI രഘു, ASI രതി, പോലീസുകാരായ സുമേഷ്, മഹേഷ്, ശ്രീജിത്ത്, പ്രഭേഷ്, ലതീഷ് എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. News 18 കാസർഗോഡ്.